തമിഴ്നാട് രാഷ്ട്രീയവും സിനിമാ ലോകവും ഒരുപോലെ ഉറ്റുനോക്കിയ രാഘവ ലോറൻസിന്റെ ആ സുപ്രധാന പ്രഖ്യാപനം താൽക്കാലികമായി നീട്ടിവെച്ചു. തമിഴ് സിനിമയിലെ ഇതിഹാസ സംവിധായകൻ ഭാരതി രാജയുടെ വിയോഗത്തിൽ ആദരവർപ്പിച്ചും ദുഃഖം രേഖപ്പെടുത്തിയുമാണ് ഇന്ന് രാവിലെ നടത്താനിരുന്ന പ്രഖ്യാപനം വെള്ളിയാഴ്ച രാവിലെ 10 മണിയിലേക്ക് മാറ്റിയതായി ലോറൻസ് അറിയിച്ചത്. തന്റെ കുടുംബത്തിലെ ഒരംഗത്തെയാണ് ഭാരതി രാജയുടെ വിയോഗത്തിലൂടെ നഷ്ടമായതെന്ന് ലോറൻസ് തന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിൽ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ പ്രഖ്യാപനം മാറ്റിവെക്കുന്നത് ഔചിത്യമാണെന്ന് അദ്ദേഹം കരുതുന്നു. എന്നാൽ വെറുമൊരു സിനിമാ പ്രഖ്യാപനത്തിനപ്പുറം തമിഴക രാഷ്ട്രീയത്തിൽ വലിയൊരു ചലനത്തിനാണ് ലോറൻസിന്റെ ഈ മാറ്റിവെക്കൽ വഴിയൊരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള TVK നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയതിന് പിന്നാലെ വിജയ് ഒഴിഞ്ഞ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ യുദ്ധത്തിന് കളമൊരുക്കിയിരിക്കുകയാണ്. പാർട്ടിക്ക് ഈ മണ്ഡലം നിലനിർത്തുക എന്നത് ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ തങ്ങളുടെ ജനപ്രീതി തെളിയിക്കാനുള്ള അഭിമാന പ്രശ്നമാണ്. നടി തൃശ്യ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും അവർ അത് നിഷേധിച്ചതോടെയാണ് എല്ലാവരുടെയും ശ്രദ്ധ രാഘവ ലോറൻസിലേക്ക് തിരിഞ്ഞത്. കേവലം ഒരു നടനോ സംവിധായകനോ എന്നതിനപ്പുറം ലോറൻസിന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെറുതല്ല. കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ അടക്കമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ട്രസ്റ്റിലൂടെയും സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വാധീനം ലോറൻസിനുണ്ട്. മുഖ്യമന്ത്രി വിജയുടെ രാഷ്ട്രീയ യാത്രയുടെ തുടക്കം മുതൽ ഉറച്ച പിന്തുണ നൽകിയ വ്യക്തിയാണ് ലോറൻസ്. തന്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സൂപ്പർ സ്റ്റാർ രജനീകാന്തുമായി ലോറൻസ് ചർച്ചകൾ നടത്തിയതായാണ് സൂചനകൾ. തന്റെ പുതിയ ചിത്രമായ ബെൻ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസം പൂർത്തിയായതോടെ അമ്മയുടെ അനുഗ്രഹത്തോടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം പ്രഖ്യാപിക്കും എന്നായിരുന്നു ലോറൻസിന്റെ ആദ്യ പ്രതികരണം. ഇത് രാഷ്ട്രീയ പ്രവേശനവും ട്രിച്ചി ഈസ്റ്റിലെ സ്ഥാനാർത്ഥിത്വവും തന്നെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ശക്തമായി വിലയിരുത്തിയത്. TVK ഇതിനകം തന്നെ മണ്ഡലത്തിൽ വോട്ടർ പട്ടിക പുതുക്കൽ അടക്കമുള്ള ഗ്രൗണ്ട് വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ലോറൻസ് സ്ഥാനാർത്ഥിയായാൽ ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ ക്ലീൻ ഇമേജ് പാർട്ടിക്ക് വോട്ട് ബാങ്കായി മാറും. ഭാരതി രാജയുടെ വിയോഗത്തെ തുടർന്ന് പ്രഖ്യാപനം വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയെങ്കിലും തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ ഈ മണിക്കൂറുകൾ അവസാനിക്കാനുള്ള കാത്തിരിപ്പിലാണ്. നാളെ രാവിലെ 10 മണിക്ക് ലോറൻസ് നടത്താൻ പോകുന്ന പ്രഖ്യാപനം ട്രിച്ചി ഈസ്റ്റിലെ ഉപതെരഞ്ഞെടുപ്പ് ചിത്രവും തമിഴക രാഷ്ട്രീയത്തിന്റെ അടുത്ത നീക്കങ്ങളും കൃത്യമായി വ്യക്തമാക്കുന്നതാണ്.